കുഞ്ഞാപ്പ വളരെ ഉഷാറായി. കുഞ്ഞാൻ വളരെ ഉഷാറ് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കുട്ടി ഓളപ്പോൾ ഉണ്ടാവില്ല. കാരണം അത്ര ഡീസൻ്റായോ. ഇപ്പൊ ഡയറി പണിക്ക് പോകണം. വരുന്ന സാധനമൊക്കെ വരിക്ക് വരുന്നു. ഓരോ ഓരോ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ എന്ത് ഇരിക്കും വളരെ സുഖമായി. ഇപ്പൊ പഠിക്കുന്ന ഉസ്താദന്മാരാണ് ഓനെ പറ്റി നല്ലൊരു അഭിപ്രായം പറയുന്നത്. ഇന്നത്തെ കുട്ടി ആ പോയി കിട്ടിയാൽ മതി. ഇപ്പൊ ചങ്ങായിമാരില്ല, കൂട്ടുകാരില്ല, ആരുമില്ല. ഇപ്പൊ ഓന്റെ കാര്യം ഒരു സിഗരറ്റ് പോകാൻ പറ്റില്ല. അതാണ് എനിക്ക് വലിയൊരു സന്തോഷമായി. ആ കുഞ്ഞാൻ നന്നായല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു ഓൻ നന്നാ ഓൻ്റെ കുട്ടിയാണല്ലോ. ഞാൻ ഓൻ അത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇപ്പം നല്ല ഡീസൻ്റിലാണ്. ഇപ്പോൾ ചങ്ങായിമാരില്ല, കൂട്ടുകാരില്ല. ഇപ്പം നേരം വെക്കാൻ പഠിക്കുക, പിന്നെ സാധനം ഇട്ടിട്ടില്ല. എന്ത് ഡീസൻ്റിലാണ് ആ കുട്ടികൾ പോലൊക്കെ. ഇപ്പം എനിക്കും നല്ലത് നല്ലൊരു സുഖമായിട്ട് പോകുന്നത്. ഞാൻ 5 നേരം പള്ളിയിൽ പോകുമ്പോൾ ഉസ്താദന്മാരെ വർത്താനതാണ്. കുഞ്ഞാൻ നല്ല നന്നായി. അത് കേട്ടാൽ മതി, വേറൊന്നും വേണ്ട. ഇപ്പൊ ഇത് കുറച്ച് പച്ചക്കറി കുറച്ച് സാധനങ്ങളോ കൂടെയാണ്. എന്തൊക്കെ സുഖല്ല ഇന്ന് വേണ്ടായിരുന്നടാ. ഇപ്പൊ കണ്ടത്തിന്റെ കുട്ടി എന്തും സാറായി ദിവസം പണിക്കോണ്ട് വരിക്കുള്ള എല്ലാ സാധനവും കൊണ്ടുവരും. ഞാൻ ഒന്നും നോക്കാൻ ഒക്കെ എന്റെ കുട്ടിയാ ചെയ്യുന്നത്. എന്നും പണിക്കോണ്ട് എന്നും ഒരു ദിവസം ഞാൻ പണിക്കോണ്ട് എല്ലാ സാധനം കുടിക്ക് വേണ്ട എല്ലാ സാധനവും ഓരോട് പറയുന്നതും വേണ്ട. ഓ കണ്ടത് വാങ്ങിക്കൊണ്ടുവരാം. ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യലില്ല. അത് എനിക്ക് വളരെ സന്തോഷമായി. എൻ്റെ കുട്ടി ടീച്ചറായി കിട്ടിയതാണ്. ഇപ്പോൾ കൂട്ടുകാർ ആരുമില്ല. ഓ പഠിക്കുക, ഓരോ കാര്യങ്ങൾ മാത്രം നോക്കും. പിന്നെ നമ്മളെ കുഞ്ഞാനെന്ന് കാണുന്നതാ. കുഞ്ഞാനെ കുഞ്ഞാ പണിക്കൊക്കെ നല്ല മനസ്സിലായി. അതൊന്നും നോക്കട്ടെ, ഞാനൊരു ആഫു ആക്കിയിട്ട് കുഞ്ഞാനെ കൂട്ടാൻ കുഞ്ഞാനെ കൂട്ടാൻ അച്ഛൻ പോയിക്കണം. അതിന് പാപ്പേ എവിടെയാണെന്നാവല്ല ചോദിച്ചു നോക്കാം. അന്വേഷിച്ച് നോക്കാം. നമ്പറുണ്ടാ? നമ്പർ പൂച്ചിട്ട് എടുക്കണില്ല. എന്നാളെന്തൊക്കെയാ പിച്ചറ അവിടെ നടന്നക്കണേ പറഞ്ഞിട്ട് ഇനി കിട്ടൂല ആളെ. അന്വേഷിച്ച് നോക്കാം. നോക്ക 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 എന്തൊക്കെയാ വർത്താനം? സുഖമാണ്, കുഴപ്പമില്ല. എന്താ ഇങ്ങനെ പുറത്തിറങ്ങിക്കണേ? അല്ല നമ്മുടെ കുഞ്ഞാവിനിപ്പോ അവിടെ കുഞ്ഞാവിന് ആ കൂട്ടുകാരി വേണ്ട. കുഞ്ഞാനൊക്കെ കൂട്ടിൽ കിട്ടൂല. ഓപ്പം പഠിക്കുവാണ്. ഓരോ കുട്ടികളുടെ ഇവിടെ അതിനകത്ത് എത്തണം. ഓരോപ്പം കൂട്ടാതെ വന്നാ പോരാ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ആ ഭർത്താവ് മേലാണ്ടി വയ്ക്കാനുണ്ട്. നിങ്ങൾക്ക് പോവാം. അത് പച്ചിരി വേണം തിന്നോളി. കഞ്ഞ ഞാൻ ഒക്കെ കുട്ടി പോയിക്കോളി. കുഞ്ഞാറ് ചരിച്ചിട്ട് വരരുത് കേട്ടാ. മേലാൾ വന്നേ കാലം വന്നു. ഇനി വരാൻ പാടില്ല. എന്തൊക്കെയുണ്ട്? ഇല്ലടാ, ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തിക്കണം. അതൊന്നും ഇനി അത് ശരിയാവില്ല. ഞാനേ ഒരു കുടുംബമായിട്ടാണ് നടക്കുന്നത്. എന്താണ് വിചാരിച്ചത്? ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെയുണ്ടാകുന്ന ചിലരുണ്ട്. അവരുടെ വാക്കുകൾ മതി നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ.